ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട് കേട്ടോ. ഒന്ന് ലിമാലിഹ, അവരുടെ സമ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ സമ്പത്ത് അവരുടെ പിതാവിൻ്റെതാകുന്ന ആസ്തി, പണത്തിന്റെ പളവളപ്പ് കണ്ടിട്ട് വിവാഹം ചെയ്യാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാലിൻ ലിമാലിഹാ. സമ്പത്തിന് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. തീർന്നില്ല സഹാബ, വലി ജമാലിഹാ, സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. സിനിമാ നടിമാരെ പോലും വെല്ലുന്നതായ സൗന്ദര്യമാണല്ലോ എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രിയതമയ്ക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ തുനിയുന്നവരെ, ദീനുണ്ടെന്ന് നോക്കാതെ വിവാഹം കഴിയാൻ തുനിയുന്നവരെ, നാശമാണ്, നാശമാണ്. പെണ്ണിന്റെ സമ്പത്ത് കണ്ടുകൊണ്ട് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷനായിക്കൊണ്ട് വിവാഹം കഴിക്കാൻ തുനിഞ്ഞാൽ, ദീനില്ലാത്ത, മതബോധമില്ലാത്ത, മതനിഷ്ഠയില്ലാത്ത, തഖ്വയില്ലാത്ത പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് എങ്കിൽ നിനക്ക് നാശമാണ്, നാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, ഒന്നാമതായി സമ്പത്ത് കൊണ്ട് വിവാഹം കഴിക്കുന്നവർ, 2 ധാരാളമായിട്ട് സൗന്ദര്യമുണ്ട് എന്ന നിലയ്ക്ക് വിവാഹം കഴിക്കുന്നവർ, മൂന്നാമതായി വലിയ ഹസബിഹ, തറവാടിത്തം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരാണ്. നല്ല തറവാട്ടുകാരാണ്, നല്ല ഖുറൈശി പ്രമുഖരാണ്, ഉന്നത കുലജാതത്തിൽപ്പെട്ടവരാണ്, പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നോക്കാതെ തറവാടിത്തം മാത്രം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നാലാമതായി പറയുകയാണ്, വലിദീനിഹാ, പരിശുദ്ധമായ ദീൻ നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഫളഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള, മതനിഷ്ഠയുള്ള, തഖ്വയുള്ളതാകുന്ന, ഖുർആൻ ഓതാൻ അറിയാവുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന നാവുള്ള സാലിഹത്തായ ഇണയെ, തുണയെ, സഖിയെ തിരഞ്ഞെടുക്കണേ, അതിലൂടെ വിജയം വരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഈ പണം ശാശ്വതമല്ല, ഈ നൽകിയതാകുന്ന സൗന്ദര്യവും ശാശ്വതമല്ല, ഇതെല്ലാം എടുത്തു പോകുന്നതാണ്. ശാശ്വതത്വം കിട്ടുന്നത് ദുനിയാവിലും ഖബറിലും നിനക്ക് കൂട്ടാളിയാകുന്നത് ഇൽമുൻ യുന്തഫഉ ബിഹി, പ്രയോജനപ്രദമാകുന്ന അറിവാണ്. അതുകൊണ്ട് ദീനിയായ, മതബോധമുള്ളതാകുന്ന ആളെ വേണം പുരുഷാ നീ വിവാഹം ചെയ്യാൻ. ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അവന്റെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കുന്നത് ആരെ ആയിരിക്കണം? നല്ല സ്വാലിഹത്തായ പെണ്ണിനെ ആയിരിക്കണം. ഹൈവേയുടെ പണി നടക്കാൻ ബംഗാളിയോടെ പണിയാൻ വേണ്ടി അവന്റെ പെങ്ങള് വന്നു സൈറ്റ് അടിച്ചിട്ട് അതിനെയും കൊണ്ട് റാഹത്തായിട്ട് പോയി കെട്ടി. കാണാൻ കൊള്ളാം, റാഹത്ത്, രജിസ്റ്റർ മാരേജ്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് റാഹത്തായി കാര്യം നടക്കോ? കാര്യം നടന്ന്, നിന്റെ ഉദ്ദേശങ്ങളൊക്കെ നടന്ന്, നിന്റെ മുറാദ് ഹാസിരായി. പക്ഷേ ഉമ്മഹു എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടില്ല. പെണ്ണിനെ, മതബോധമുള്ള ദീനിയായ പെണ്ണിനെ അല്ല തിരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു കാമുകിയുമായിട്ട് ഈ പ്രണയത്തിലായി. ആ പ്രണയ ജോഡിയുമായിട്ട് ജീവിത സഖിയാക്കി മാറ്റി. ദീനിബോധമുള്ളവളല്ല, മതബോധമുള്ളവളല്ല. അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ആർക്കാണ്? ആരോടാണ് നീ കടമ പൂർത്തീകരിക്കാതിരുന്നത്? ആ വിവാഹ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന മക്കളോട്, കുട്ടികളോടുള്ള കടമ നീ പൂർത്തീകരിച്ചവനല്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് വിഷയം, നമ്മുടെ വിഷയം അതാണ്. വിഷയത്തിൽ തന്നെ കുട്ടികളോടുള്ള കടമ പൂർത്തീകരിക്കപ്പെടൂല. നീ പോയിട്ട് അന്യജാതിയിൽപ്പെട്ടതും മറ്റതും ഒക്കെ പിടിച്ച് വിവാഹം ചെയ്താൽ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഒരിക്കലും അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ മതപരിവർത്തനം നടത്തിയിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാൻ അള്ളാന്റെ ഖുർആനും ഹദീസും പറയുന്നേ ഇല്ല. മനസ്സിലാക്കണം.
ചില ആളുകൾ ചെറുപ്പക്കാർ പറയുന്നുണ്ട്, അതെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്രൈസ്തവ മതത്തിൽപ്പെട്ടവളായിരുന്നു, ഹൈന്ദവ മതത്തിൽപ്പെട്ടവളായിരുന്നു, അവളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ആര് പറഞ്ഞു നിന്നോട്? ആരാ നിന്നോട് പറഞ്ഞത്? അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു പെണ്ണിനെ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി ഏത് മതം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? നീ നിന്റെ സുഖത്തിനും ഭോഗത്തിനും വേണ്ടി ചെയ്തു വെച്ചിട്ട് ഖുർആനും ഹദീസും അതിന് തെളിവായിട്ട് ഉദ്ധരിക്കരുത്. പാടില്ലാത്ത പ്രവർത്തനല്ലേ, ചെയ്യാൻ പാടില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനഹാനി, പ്രയാസത്തിന് ആര് ഉത്തരവാദിയാണ്? നീ പ്രേമം നടിച്ചിട്ട് അത്തരത്തിലുള്ളതാകുന്ന ലൗ ജിഹാദിന്റെ പ്രവർത്തനം നടത്താൻ വിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. ഖുർആനും ഹദീസും അതിന് ശക്തിയുക്തം എതിരാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. നേരത്തെ ഇവിടെ സ്വാമി തന്നെ ഓതിയത് കേട്ടില്ലേ? ദീനിൽ, പരിശുദ്ധമായ ദീനിൽ മതപരിവർത്തനത്തിന് യാതൊരു നിർബന്ധമാകുന്ന സംഗതിയേ ഇല്ല. ഒരാളെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ നല്ലതുപോലെ മനസ്സിലാക്ക്. ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചിറക്കിയിട്ട് വിവാഹം ചെയ്താൽ നിനക്ക് നിന്റെ സുഖവും ആസ്വാദനവും കിട്ടും. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളോട് നീ കടമയും കർത്തവ്യവും പൂർത്തീകരിച്ചവനാകൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മക്കളോട് ചില കടമയുണ്ട്, അവരോട് ചില ഹുഖൂഖുകളുണ്ട്, അത് പാലിക്കാത്തവനായി നീ പോകും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത്, ഐ യസ്തൻജിബ ഉമ്മഹു. കുട്ടിയുടെ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോ, മാതാവിനെ അഥവാ നിന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത്തെ ബാധ്യതയാണ്, മക്കളോടുള്ള ബാധ്യതയാണത്. ഏത്? ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ നല്ല സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. ഒന്ന് കുട്ടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. മൂന്നെണ്ണ പറയുന്നത്. ഒന്ന്, ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ സാലിഹത്തായിരിക്കണം. രണ്ട്, വയുഹസ്സിന ഇസ്മഹു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയുടെ പേര് നന്നാക്കണേ, നല്ല പേരിടണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നല്ല പേര് കുട്ടികൾക്കിടണം. കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് കുട്ടിയുടെ പേര് വിളിക്കുക. അന്നാണ് പേര് വിളിക്കൽ സുന്നത്ത്. ശരിക്കും മനസ്സിലാക്ക്. ഷാഫി മദ്ഹബ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് മുടി കളയേണ്ടത്, അന്നാണ് അറവ് നടത്തേണ്ടത്. അഖീഖയുടെ അറവ്, ദബീഹത്തിന്റെ അറവ് അന്നത്തെ ദിവസമാണ് നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രസവമെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ 3-ന്റെ അന്ന് തന്നെ എന്ത് കൊടുക്കേണ്ടി വരും? പേര് കൊടുക്കേണ്ടി വരും. അപ്പൊ നേരത്തെ തന്നെ തയ്യാറായിക്കോ. നിന്റെ ഭാര്യ ഗർഭം ചുമക്കാൻ തുടങ്ങിയിട്ട് 9 മാസം 10 ദിവസമായി. 9-ാം മാസം എത്തുമ്പോൾ തന്നെ നീയത്തൊക്കെ ഉസ്താദുമാരോട് ചോദിക്ക്, നേരത്തെ തന്നെ സജ്ജരാകെ. ഇത് പെണ്ണ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച്, ജില്ലാ ആശുപത്രി പ്രസവിച്ച് രാത്രി 12:30 അന്ന ഉസ്താദിന് വാട്സാപ്പിൽ മെസ്സേജ് വരാണ്. ശൂശുവിന്റെ അർത്ഥം എന്താ ഉസ്താദ്? ശാശാദിന്റെ അർത്ഥം എന്താ ഉസ്താദ്? ലൂലാന്റെ അർത്ഥം എന്താ ഉസ്താദ്? ഉസ്താദിന് ഉറക്കത്തില്ല, നേരം വെളുക്കുന്നേരം വരെ ഇത് തന്നെ പരിപാടി. എടാ, നിനക്ക് 2-3 ദിവസം ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല സമയം. എത്രയോ ദിവസമുണ്ട്. 9 മാസം 10 ദിവസം അല്ലാഹു ഇതിനു വേണ്ടി തന്നതാ. തയ്യാറെടുക്ക്. നീ തയ്യാറെടുപ്പെടും. ഒരാണിന്റെ ഒരു പെണ്ണിന്റെയും പേര് നേരത്തെ സജ്ജരാക്കി വെച്ചോ. എന്തായാലും 2-1 അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ തന്നെ റെഡിയാക്കുക നല്ല സാലിഹീങ്ങളാകുന്ന ആളുകളുടെ പേര്. ഇത് പേര് നമുക്കെന്താ പ്രശ്നം? നമ്മളൊരു പേര് പറഞ്ഞാൽ, ഉസ്താദ്മാരൊരു പേര് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. ആണ് وإن أحب الأسماء إلى الله عبد الله وعبد الرحمن. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ നാമം ഏതെന്നറിയുമോ? അബ്ദുല്ലാഹ് വ അബ്ദുർ റഹ്മാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ ദാസൻ, ഈ അർത്ഥം വരുന്ന പേരാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ആ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള ഉണ്ടോ? അവിടെ ഒരാൾ കൈ ഉയർത്തിയുണ്ട്. വല്യുപ്പാടെ പേരാ. ആയിക്കോട്ടെ, എന്നാലും കൈ ഉയർത്തിയുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇപ്പൊ അതൊന്നും ഇല്ല. പുതിയ കുട്ടികൾക്കൊന്നും പേര് ഇടില്ല. ഇപ്പൊ കുട്ടികൾ എങ്ങനെ ഇടാ? വാപ്പാടെ പേരിൽ നിന്ന് 2 അക്ഷരം, ഉമ്മാടെ പേരിൽ നിന്ന് 1 അക്ഷരം. ഉമ്മാടെ പേര് സനൂജ, വാപ്പാടെ പേര് മൂസ. ഇവിടുന്ന് സായു എടുത്ത് അവിടുന്ന് മൂസായു എടുത്തു. സമൂസ. എളുപ്പമുണ്ട്. ഇങ്ങനെയൊക്കെയാ പേര്.
ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്തെങ്കിലും അങ്ങ് പേരിടലാണ്. അതിന് ചോദിക്കൊന്നുമില്ല, ആലിമികളോട് ബന്ധമില്ല, ഒന്നുമില്ല. ചോദിക്കുന്ന ആരാ? ഗൂഗിൾ മാമനോട് ചോദിക്കാണ്. ഗൂഗിൾ മാമനോട് ചോദിച്ചെന്നാ പറയും. മൂപ്പരെന്ത് ചോദിച്ചാലും നല്ലതേ പറയുള്ളൂ, നല്ല ടീമിൽപ്പെട്ടാണ്. അംബാനി മാമൻ തന്ന ജിയോ സിമ്മിൽ തുടങ്ങിയതാണ് ഈ നെറ്റുമായിട്ടുള്ള ബന്ധം. അതിങ്ങനെ ഗൂഗിൾ മാമനോട് ചോദിച്ചിട്ട് മൂപ്പരോട് ചോദിച്ച് ഇങ്ങനെ അർത്ഥം വെക്കുക. പലരും ചോദിക്കുമ്പോൾ ഇതാരെ പേരിട്ടാ പറയാം, ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ തന്ന അർത്ഥം. അതാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ജാഹിലിയ കാലഘട്ടത്തുള്ളതാകുന്ന പല ആളുകളും ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം പലരുടെയും പേരുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റി എഴുതിയെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്ര രേഖയിലുള്ളതാണ്. നബി തങ്ങൾ ആ പേര് വേണ്ട, നല്ലതല്ല, മാറ്റിൻ, നിനക്ക് ഇന്ന പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകർ പലരുടെയും പേര് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് മക്കളുടെ പേര് ഇപ്പൊ മോശമാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിക്കോ, നല്ല അർത്ഥമുള്ള പേരിടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ശ്രദ്ധിക്കണം. മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് നല്ല ദീനിയായ അർത്ഥമുള്ളതാകുന്ന നല്ല പേര് വാപ്പായും ഉമ്മായി ഇട്ടുകൊടുക്കുക. വാപ്പാടെ ഉമ്മാടെ കടമയാണത്, അവരുടെ കടമയാണത്. ആര് പറഞ്ഞു? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 വയഉഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ വൃത്തിയായി കൃത്യമായി പഠിപ്പിക്കണേ എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 1, ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്വാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. 2, കുട്ടിക്ക് നല്ല പേരിടണം. 3, കുട്ടിക്ക് നല്ല ദീൻ കൊടുക്കണം. അതാണ് ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ആകത്തുക. ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ നല്ലതുപോലെ പഠിപ്പിക്കണം. ഈ 3 കടമയെങ്കിലും നമ്മൾ മക്കളോട് പാലിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ 3 കാര്യങ്ങളും ആ സഹോദരനോട് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനുടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നേർക്ക് നേരെ നിന്നിട്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവേ, നേതൃത്വമേ, ഞങ്ങൾക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. ഇന്ന അബീ ഹാദാ യഅഖുനി, ഈ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. വാപ്പയാണ് എനിക്കെതിരെ പരാതി പറയാൻ വന്നത് എങ്കിൽ എനിക്ക് വാപ്പാക്കിയെതിരിൽ ഒരു പരാതി ഉണ്ട് കേട്ടോ. ഇന്ന അബീ ഹാദാ യഅഖുനി, എന്നെ ഈ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. മസ്തൻജബ ഉമ്മി, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹ ബി 400 ദറഹിമ, 400 ദിർഹമിന് കമ്പോളത്തിലെ കച്ചവടച്ചരക്കായിരുന്ന, അടിമച്ചന്തയിലെ കച്ചവടച്ചരക്കായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിലക്കെടുത്തതാണ്, വിലക്കെടുത്തതാ. 400 ദിർഹം കൊടുത്തിട്ടാണ് ഉമ്മയെ വാങ്ങിയത്. അടിമച്ചന്തയിലെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്നതായ അടിമ പെണ്ണായിരുന്നു എന്റെ മാതാവ്. ദീനില്ലാത്ത, മതബോധമില്ലാത്തതാകുന്ന വ്യക്തിയാ. അവളെയാണ് എന്റെ വാപ്പ വിവാഹം ചെയ്തത്. അതിലൂടെ എന്നോടുള്ള കടമ എന്നെ വാപ്പ എന്നോട് ഒന്നാമതായി വീട്ടിയിട്ടില്ല. രണ്ടാമത് വമാ ഹസന ഇസ്മി, എന്റെ പേര് എന്നെ വാപ്പ നന്നാക്കിയിട്ടില്ല. സമ്മാനി ജ്വാല, എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ്. ജ്വാല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കരിവണ്ടെന്ന അർത്ഥം. കരിവണ്ട് മോനെ, ഇത്ര നാൾ വിളിച്ചുകൊണ്ടിരുന്നത് കരിവണ്ട് മോനെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് ജ്വാല. പെണ്ണുങ്ങൾ ഇപ്പൊ തന്നെ പേന എടുത്ത് എഴുതി കൊടുക്കും, നമ്മുടെ പേരക്കുട്ടിക്ക് ഇടാന്ന് എഴുതി. ഇടാതിരിക്കാനാ പറഞ്ഞ കേട്ടോ, ഈ പേര് ഇടരുത്. പേരിന്റെ അർത്ഥം എന്താണ്? കേൾക്കുമ്പോ നല്ല രസം, ജ്വാല, നല്ല രസമുണ്ട്. അർത്ഥം എന്താണ്? കരിവണ്ട് എന്നാണ് അർത്ഥം.
എന്റെ വാപ്പ എന്നോടുള്ള പേര് ഇന്ന് വരെ നന്നാക്കിയിട്ടില്ല. മകൻ പരാതി പറയാൻ, വാപ്പ ഇവിടെ എന്തിനാ മകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്നത്? ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, മകൻ എന്നോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയാനാണ് വന്നത്. പക്ഷെ അവസാനം വാദി പ്രതിയായി. വാപ്പാക്കെതിരെ ഇപ്പൊ മകൻ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജുഅല, എന്റെ പേര് വെച്ചത് ജുഅല, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ്. وما علمني شيئا من كتاب الله. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മുസൽമാന്റെ കാറ്റലോഗാകുന്ന ഖുർആൻ, വള്ളി വ്യത്യാസമില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതായ വിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും, ഒരു ചുക്കും എന്നെ പഠിപ്പിച്ചിട്ടില്ല. وما علمني شيئا من كتاب الله. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഒരായത്ത് പോയിട്ട് ഒരു ഹർഫ് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്നോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തത് വാപ്പയാണ്. ഇന്ന അബീ ഹാദാ യഉഖുനി. അല്ലേ അമീറുൽ മുഅ്മിനീനെ, ഈ വാപ്പയാണ് എന്നോടുള്ള കടമ പൂർത്തീകരിക്കാത്തത് എന്ന് മകൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാപ്പയെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യത്തോടു കൂടി പറയുകയാണ്, തനഹ അന്നി, മാറി നിൽക്കടാ, അന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുക, നീ എന്നോട് പറഞ്ഞു നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. എന്നാൽ വഖദ് അഖഖതഹു ഖബല ദാലിക്, അതിനു മുമ്പ് തന്നെ നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. നീ അവനോടുള്ള കടമകൾ പൂർത്തീകരിച്ചവനല്ല. അതുകൊണ്ട് മാറിപ്പോകടാ എന്ന് ദേഷ്യത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചാണ് 100 കേസ് ഇപ്പോഴും ഫയൽ ചെയ്യാനുണ്ട്, അല്ലേ? ശരിയല്ലേ? ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഉസ്താദിന്റെ മോന് മുഹ്മാഫിയ ഉസ്താദ്, SSLCക്ക് ആകെ 5A+ ഉള്ളു. പറയുന്ന വാപ്പാടെ പ്രോഗ്രസ് ഒന്ന് കാണണം. ഉസ്താദ് പിന്നെ മയ്യിത്ത് ശ്രോതാക്കളുടെ സീഡി അടങ്ങാം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ പ്രോഗ്രസ്സായിട്ട് അവസ്ഥ എന്താ? മക്കളെ വലിയ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇയാളങ്ങ് വലിയ ബുദ്ധി സാമ്രാട്ടാണ് പടച്ചവനെ. എന്തിനാണ് ഇങ്ങനെ? എടാ 50-ൽ 47 മാർക്ക് വാങ്ങിയവന്റെ 3 മാർക്ക് എവിടെയെന്നല്ല ചോദിക്കേണ്ടത്. അപ്പൊ അവൻ അടുത്ത പരീക്ഷയ്ക്ക് 3 മാർക്ക് ആയിട്ട് വരും. വാപ്പാക്ക് 3 മാർക്ക് വലിയ കാര്യം. അപ്പൊ അടുത്ത എക്സാമിന് എത്ര മാർക്ക് കൊണ്ടുവരും? ആ 3 കൊണ്ടുവരും. 47 പോയി. നമ്മളവർക്ക് എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം, നെഗറ്റീവ് സ്ട്രോക്ക് അല്ല കൊടുക്കേണ്ടത്. കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും കൊടുക്കണം, അൽഹംദുലില്ലാ എന്റെ മകൻ 47 മാർക്ക് വാങ്ങി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എത്ര കുട്ടികളാണ് സ്കൂളിലുള്ളത്? ക്ലാസ്സിൽ തന്നെ 10-30 കുട്ടികളുണ്ട്. അതിനിടയിൽ എന്റെ മോൻ 47 വാങ്ങിയില്ലേ, മാഷാ അല്ലാഹ്, ഇങ്ങ് വാ മോനിങ് വാ, അല്ലെ മോളിങ് വാ. നെറ്റിയിലൊരു ചുംബനം കൊടുക്കണം വാപ്പ, ഉമ്മ കൊടുക്കണം. കുട്ടികൾക്ക് മനസ്സിന് ഭയങ്കര റാഹത്ത്. അപ്പൊ കുട്ടി ഇങ്ങനെ ഓർക്കും, പഠിച്ചവനെ 3 മാർക്കിന്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ. ഒരു 3 മാർക്കിന്റെ കുറവ് ഇൻഷാ അല്ലാഹ് അത് അടുത്ത പ്രാവശ്യം റെഡിയാവും. അൽഹംദുലില്ലാ, അതൊക്കെ നല്ല റാഹത്തായിട്ട് പഠിക്കും. അങ്ങനെ ഒന്ന് പ്രോത്സാഹനം കൊടുത്തു നോക്കി. അടുത്ത വർഷം ആ 3 മാർക്ക് കൂടി കൊടുക്കും. കാരണം കുട്ടിയുടെ മനസ്സിൽ ആ 3 മാർക്ക് കൂടി വാങ്ങണം, അപ്പോഴേ എൻ്റെ വാപ്പാക്ക് പൂർണ്ണ സന്തോഷമാവുള്ളൂ എന്ന ചിന്താഗതി വരിക. മറ്റേത് നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 3 മാർക്ക് എവിടെ? ശ്രോതാക്കളുടെ മക്കാമി അസിതാമറയിലെ ഓതത്തില്ല, ഉള്ള ബിരിയാണി അടിച്ചെടുക്കുക, കുഴിമന്തി, അൽഫാം, പെരി അൽഫാം മൊത്തം അടിച്ച് ഇറങ്ങി നടക്കുക. അവനെ ഒറ്റപ്പെടുന്ന ഒറ്റപ്പാടും ബഹളം. അന്ന് ഇറങ്ങിപ്പോയതാണ്, പിന്നെ അവൻ തിരിച്ചു വന്നിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കളോട് പെരുമാറേണ്ട രീതി, ശൈലി ഒരു മാറ്റം വരുത്തണം. കാടത്വ സ്വഭാവം മാറ്റണം. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ ചിന്തിക്കണം, നമ്മൾ എത്രയോ അറിവില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ മക്കൾ അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷെ ആ മക്കൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോകരുത്. നിസ്കാരം 5 വഖത്ത് അത് ചിട്ടയായി കൊടുത്തിരിക്കണം. ഏതെല്ലാം കോളേജുകളിലേക്കും എവിടൊക്കെ വിട്ടാലും മകനെ നിസ്കരിക്കണം, അത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിർബന്ധമാണ്. മക്കളോടുള്ള അമാനത്താണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല, നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. മോമിനായ മനുഷ്യന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള അടയാളം, അലാമത്ത്
നിസ്കാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഒഴിച്ചിട്ട് ഒരു പരിപാടിയും വേണ്ട. ഏത് കോളേജിലും ഏത് വിദ്യാഭ്യാസവും എന്തും നുകർന്നോട്ടെ, പക്ഷെ ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കരിച്ചിരിക്കണം, അസറിന്റെ സമയത്ത് അത് നിസ്കരിക്കണം, മഗ്രിബിന്റെ സമയത്ത് അത് നിസ്കരിക്കണം, ഇശാഇന്റെ സമയത്ത് അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം, സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചിരിക്കണം. അതിൽ ഖൈറുണ്ട്. അത് ഒഴിവാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ട, അത് ഒഴിവാക്കിയിട്ടുള്ള പൈസയും വേണ്ട, ഒരു ജോലിയും വേണ്ട വാപ്പാക്ക് ഉമ്മാക്ക്. അതുകൊണ്ട് യാതൊരു ഖൈറും ഇല്ല. മനസ്സിലായിക്കോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹറൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഖിലുകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട, ബറക്കത്തിനെ തൊട്ട് അകത്തിപ്പെട്ടതായ ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, വമനി ശഖിയുൽ മഹ്റൂം യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, ആരാണ് പരാജയത്തിന്റെ വക്താവ്? ആരാണ് അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവൻ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, താരിഖു സ്വലാ, താരിഖു സ്വലാ, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിൽ അരയൊലി കൊള്ളുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ, ഏതൊരു സഹോദരി ഉണ്ടോ, ബാങ്ക് വിളിച്ചിട്ട് ഉത്തരം കൊടുക്കാതെ നമസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്നവരില്ലേ, നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരില്ലേ, അവരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ട പരാജിതരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ബറക്കത്തുണ്ടാവൂല എന്നർത്ഥം, ജീവിതത്തിൽ യാതൊരു ഐശ്വര്യം ഉണ്ടാവൂല. നമ്മൾ പറയുമല്ലോ, ഉസ്താദെ എൻ്റെ മകൻ PG വരെ പഠിച്ചു, എൻ്റെ മകൻ ഡോക്ടറേറ്റ് എടുത്തു, എൻ്റെ മകൾ ഇന്നതുവരെ പഠിച്ചു, പക്ഷെ നല്ലൊരു ജോലി കിട്ടുന്നില്ല. ഒരുപാട് വേക്കൻസി ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര കാശും ഭയങ്കര ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്താ കാരണം? നിസ്കാരം തർത്തീബാകട്ടെ. നിസ്കാരം കറക്റ്റ് ആയവന് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്കിന്റെ കവാടം തുറക്കും. ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ വരിസുഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നബിയേ, നബിയേ, ദുനിയാവിൻ്റെതാകുന്ന സൗരഭ്യത്തിലേക്ക്, ദുനിയാവിന്റെ ആസ്വാദനത്തിലേക്ക് ഞങ്ങളുടെ കണ്ണ് നീട്ടണ്ട റസൂലേ, അതിലേക്ക് കൊതി പോകണ്ട ഹബീബേ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സൗകര്യങ്ങളെ കണ്ടുകൊണ്ട് ചിന്തിച്ചിട്ട്, മനുഷ്യ, നിന്റെ കണ്ണ് അതിലേക്ക് മഞ്ഞളിക്കണ്ട, അതിലേക്ക് തൽപരനാകണ്ട. ലിനഫ്തിനഹും ഫീ, അവർക്ക് ഈ കൊടുത്തതാകുന്ന ഭൗതിക ലോകത്തെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും ജീവിത സുഖവും അതൊക്കെ പരീക്ഷണമാണ്. എന്ന് പറയാ, നമ്മൾ ചില അയൽവാസികളെ കാണുമല്ലോ, അടിപൊളി വീടാട്ടോ, സെറ്റപ്പ് ആണല്ലോ, എത്ര സ്ക്വയർ ഫീറ്റാ? 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ളത്. 10,000 സ്ക്വയർ ഫീറ്റ്, 10,000 ഒന്നുമില്ല. കാസർഗോഡൊക്കെ വന്ന് നോക്കും, സുബ്ഹാനല്ലാഹ്. ഈ അടുത്തൊരു 33 കോടി രൂപയുടെ ഒരു വീട് ഉൾക്കൊള്ളിച്ചു. തസ്ബീഹിന്റെ എണ്ണം, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 33 എണ്ണം പിടിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി, എന്നാ 33 കോടിയുടെ പടിയാ. കാസർഗോഡ് ഈ അടുത്ത് 3 നില ലിഫ്റ്റാണ്, മേലോട്ടും താഴോട്ടും പറന്ന് കിടക്കാം.
33 കോടിക്കൊന്നും വിലയില്ല. അങ്ങനത്തെ സാധുക്കളാണ് കാസർഗോഡൊക്കെ ഉള്ളത്, പാവങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ കണ്ണെന്ത് ചെയ്യണ്ട, മഞ്ഞളിക്കണ്ട. ഓ ഭയങ്കര സെറ്റപ്പാണല്ലോ, പടച്ച റബ്ബേ എന്താ ഇവർക്കൊക്കെ. ഫോക്സ് മാഗസിനിൽ ഈ അടുത്ത് വന്നു പുതിയ 2024 വന്ന വാർത്ത. കേരളത്തിലെ വീണ്ടും ഏറ്റവും വലിയതാകുന്ന ധനികനായി ആരെ തെരഞ്ഞെടുത്തു? യൂസുഫ് അലി സാറിനെ തെരഞ്ഞെടുത്തു. 63,000 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. എത്രയാണ്? 63,000 കോടി രൂപ. ഇത് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് നെഞ്ചിടിപ്പ് കൂടി. 1 കോടിയല്ല, എത്രയാണ്? 63,000 കോടി. അതാണ് ആസ്തി. സുബ്ഹാനല്ലാഹ്. എന്താണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോ കാശ്, ഭയങ്കര കാശ്. നാളെ തന്നെ മുമ്പേ ഒന്നും കൂടെ പോകണം. എടപ്പള്ളി കഴിഞ്ഞ ദിവസം ഒന്ന് പോയതായിരുന്നു, ലുലുമാലിൽ. അതിലെ കൂടെ ഒന്നുകൂടെ ഒന്ന് പോകണം, കിട്ടിയെങ്കിലാട്ടെ. ഇപ്പൊ തന്നെ ചില നിയത്ത് വെച്ച് അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കാൻ വിചാരിച്ച ഇതൊന്നുമല്ല. ഇതിനേക്കാൾ വലുത് റിസ്കിന്റെ കവാടം നിനക്ക് അള്ളാഹു തുറന്നു തരും. ഖാറൂനും ഫിർഔനും നമ്രൂദും ഹാമാനും ഒക്കെ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായിരുന്നല്ലോ ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. വ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖുർആൻ പറയുന്നുണ്ട്, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികനെന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുംഭാരങ്ങളുടെ വൈഡൂര്യങ്ങൾ, മാണിക്യങ്ങൾ, പവിഴങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുള്ള സ്വർണവും വെള്ളിയൊക്കെ ഉൾപ്പെടുന്ന വലിയ വലിയ നിധികളുടെ കലവറകളുടെ താക്കോല് എത്ര ഒട്ടകം വഹിക്കും? 72 ഒട്ടകം വഹിക്കും. ഒരൊട്ടകം എത്രയാ വലിച്ചോണ്ട് പോവാ? സുബ്ഹാനല്ലാഹ്, എത്ര വെയിറ്റ് കൊണ്ടുപോവാ? ചിന്തിക്കുക. 72 ഒട്ടകങ്ങൾ വഹിക്കും താക്കോൽ കൂട്ടം. അത്രയേറെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, അത്രയേറെ വലിയതാകുന്ന നിധി കുംഭാരങ്ങളുടെ നിധിയാണ്. സ്വർണ്ണം വെള്ളിയൊന്നും അല്ല. നമ്മൾ ഇന്ന് സ്വർണ്ണം വെള്ളിയല്ല കാണാം, മറ്റേത് നിധികളാണ്. വലിയ കൻസാൻ, കുനൂസുകൾ, വലിയ വലിയതാകുന്ന ജൗഹർ, മാണിക്യങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, അതിന്റെയൊക്കെ വലിയ സൂക്ഷിപ്പ് സ്വത്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ ധിക്കരിച്ചു, റബ്ബിനെ മറന്നു, വിസ്മരിച്ചു, മൂസാ നബിയെ കളവാക്കി, നാട്ടിൽ വ്യഭിചാരം പരിപൂർണമായി നടവാടി, അന്യരാകുന്ന സ്ത്രീകളുമായി നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ വേഴ്ച നടത്താൻ വേണ്ടി സ്വർണ്ണ നാണയം വാരി വിതറി, ഇഷ്ടമുള്ളതാകുന്ന ഇസ്രായേലി പെൺകുട്ടികളുമായി സ്വവർഗരതിയും അല്ലാത്തതുമാകുന്ന പ്രവണതകളിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് സ്വർണം വാരി വിതറി നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും അവന്റേതാകുന്ന സമ്പത്തുകൾ മുഴുവനെയും ഭൂമി പിളർത്തിയിട്ട് അള്ളാഹു ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2024 ഈ വെള്ളിയാഴ്ച രാവിലെ ഈ സുദിനത്തിലും ഈ സമയത്തും ഭൂമിക്കടിയിലേക്ക് അവനും അവന്റെ കെട്ടിട സമുച്ചയങ്ങളും അവന്റെ നിധി കുംഭാരങ്ങളും അല്പാൽപമായി താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും അർത്ഥം വെച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ. ഇന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിന്റെ പേരിലാണ്? അഹങ്കരിച്ചു, ധിക്കരിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കളവാക്കി, അള്ളാഹുവിനോട് വെല്ലുവിളിച്ചു. സമ്പത്ത് അധികരിച്ചപ്പോൾ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സമ്പത്ത് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അള്ളാഹുലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഇതൊക്കെ, മനസ്സിലാക്കണം. ഇവർക്കെല്ലാം കൊടുത്തത് അള്ളാഹുവാണ്, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അത് ഓർക്കണം. പക്ഷെ നീ എന്ത് ചെയ്യണം? നിസ്കാരം 5 വഖത്ത് മോമിനായ മനുഷ്യനായതുകൊണ്ട് നീ നിസ്കാരം കറക്റ്റായി മുന്നോട്ട് പോകണം. നിനക്ക് റിസ്ക് വിശാലമാവും. അള്ളാഹ് പറയാണ്, ഇതാ സൂറത്ത് ത്വാഹാണ് പോതിയത്, ത്വാഹ സൂറത്ത്. അള്ളാഹുവിന്റെ റിസ്ഖാണ്, അവന്റെ വിഭവങ്ങളാണ് ഏറ്റവും ഖൈറ് കേട്ടോ, ഏറ്റവും കരണീയമായതും ഏറ്റവും ശാശ്വതത്വമുള്ളതും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിലൂടെ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. റിസ്ക് വേണോ, വിഭവങ്ങൾ വേണോ,
സമ്പത്ത് വേണോ, സന്താനം വേണോ, മക്കളെ വേണോ, വാഹനം വേണോ, വീട് വേണോ, വലിയതാകുന്ന ഭൂസ്വത്ത് വേണോ, സന്താന സൗഭാഗ്യം വേണോ, എല്ലാ വിഭവങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അതിന്മേൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. അഹ്ല് അയ്യാൽ എന്ന് പറഞ്ഞാൽ, അഹ്ല് എന്ന് പറഞ്ഞാൽ ആദ്യം അതിൽ പെടുകാരാണ് ഭാര്യ, പിന്നെ സന്താനങ്ങൾ. നിന്റെ ഭാര്യയെ മക്കളോടും ഭർത്താവ് എന്ന നിലയ്ക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഖുർആനാണ് ഈ പറഞ്ഞത്. പലപ്പോഴും ഭർത്താക്കന്മാർ ആരോട് പറയാറില്ല? ഭാര്യയോട് പറയാറില്ല. മക്കളോട് പറഞ്ഞാലും ഭാര്യയോട് പറയില്ല. കാരണം പോയി നിങ്ങൾ ഇരിക്കും, അങ്ങനെ പറയുന്ന സൈസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യൂല, ഇങ്ങോട്ട് പറയൂല. അതുകൊണ്ടെന്താ ഈ വീട്ടിൽ അരാജകത്വമാണ്. അവൾ എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കാൻ, എപ്പോഴും ഇത്തരത്തിലുള്ളതാകുന്ന റിയാലിറ്റി ഷോകൾക്ക് അടിമയാണ്. മൊബൈൽ ഫോണിന്റെ തരംഗത്തിൽ തന്നെ നിലകൊള്ളാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് സഹോദരിമാരാണ്. ഭർത്താവ് പള്ളിയിലേക്ക് പോയാലും ആ സമയത്ത് മൊബൈൽ, തിരിച്ചു വരുമ്പോഴും അവള് മൊബൈൽ. അവളെപ്പോഴും അശ്ലീലത കണ്ടുകൊണ്ടിരിക്കാൻ. അവളെ നീ കൽപ്പിക്കണം, നിന്റെ പ്രിയപ്പെട്ട ഇണയോട്, സഖിയോട്, തുണയോട്, നിന്റെ പ്രിയപ്പെട്ട മക്കളോട്, ആൺമക്കളെ കൈക്ക് പിടിച്ച് നീ പള്ളിയിലേക്ക് പോകുമ്പോൾ, നീ ജമാഅത്തിന് പോകുമ്പോൾ നിന്റെ കൂടെ കൂട്ടി, പെൺകുട്ടികളെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം തന്നെ അവ്വൽ വഖത്തിൽ നിസ്കരിപ്പിക്കാൻ ഭാര്യയോട് കൽപ്പിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ ഭാര്യയോട് പറയണം നിസ്കരിക്കണമെന്ന് പറയണം. ഭർത്താവിന്റെ കടമയാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ നിസ്കരിക്കണം, ഭാര്യയോട് കൽപ്പിക്കുകയും വേണം. അല്ലാഹു വീണ്ടും പറയുന്നു, ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മേലും നീ ക്ഷമ അവലംബിക്കണം. കാരണം ഭാര്യയോട് പറയുമ്പോൾ നീ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോഴും ആ സൈസ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ നീ ക്ഷമിക്കണം, വീണ്ടും പറയണം, അല്ലാഹു നമുക്ക് എല്ലാം സൗഭാഗ്യം തന്നെയാണ്. നീ എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യരുത്, ഉഴപ്പരുത്, പോയി നിസ്കരിക്കും ആഹത്തായിട്ട്. എന്നിട്ട് വളരെ സൗമ്യമായിട്ട് ചപ്പാടും വെള്ളം ഉണ്ടാക്കി 3 ദിവസത്തേക്ക് കഞ്ഞിമുടി മുട്ടിക്കണ്ട, ആഹത്തായിട്ട് പതുക്കെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ഷോ കാണിക്കാൻ പോയത് ഉള്ള കൂടി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ മതി, ഒരു ഹിക്മത്തില് നമ്മൾ സൗഭാഗ്യങ്ങളെ എണ്ണി പറയും. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടങ്ങളെ, മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന എത്രയോ അദാബുകൾ, പ്രശ്നങ്ങൾ, അത് വെച്ച് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗവൈകല്യങ്ങൾ നൽകിയിട്ടില്ല. കൈകാലുകൾക്ക് സ്വാധീന ശക്തി നൽകി, നല്ലൊരു വീട് പടച്ചിറപ്പ് നൽകി, നല്ലൊരു വാഹനം നൽകി, സന്താനങ്ങളെ, കൺകുളിർമയാകുന്ന സന്താനങ്ങളെ പടച്ചിറപ്പ് നൽകി. ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട, യാചിക്കേണ്ട അവസ്ഥയില്ല. ഇന്ന് ഈ സമയം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ വിശന്ന് വലയുന്ന പ്രിയപ്പെട്ട മക്കൾ എത്രയോ പ്രയാസം നവിക്കാൻ വിശന്ന് വലഞ്ഞിട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അഭയാർത്ഥി ക്യാമ്പിൽ വന്നുകൊണ്ട് ഭക്ഷണത്തിലേക്ക് നീട്ടിക്കൊണ്ട് നിലകൊള്ളുമ്പോൾ അവിടേക്ക് ഇസ്രായേലിന്റെ പട്ടാളത്തിൻ്റെതാകുന്ന ആളുകൾ വന്നുകൊണ്ട് മിസൈൽ വിട്ടിട്ട് പാവപ്പെട്ടതാകുന്ന മക്കളെ കൊന്നൊടുക്കിയില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ പടച്ചിറപ്പ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എത്രയാ, അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകിയിരിക്കുന്ന നിഅമത്ത് എത്രയാ. നമുക്ക് കണ്ണിന് കാഴ്ചശക്തി നൽകിയില്ലേ, കാതിന് കേൾവി ശക്തി നൽകിയില്ലേ, കൈകാലുകൾക്ക് സ്വാധീന ശക്തി നൽകിയില്ലേ, ഹൃദയം കൊണ്ട് നാഥനാകുന്ന പടച്ചിറപ്പിനെ സ്മരിക്കുവാനും ഓർക്കുവാനുമുള്ള ശേഷി അല്ലാഹു നൽകിയില്ലേ? ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിന്റെ ഭാര്യയോട് പറയണം, മടിക്കരുത്. പുതിയ ചെറുപ്പക്കാർ അവർ മടിക്കുന്നവരാണ്, ഭാര്യ ഉപദേശിക്കാൻ മടിയാൻ. ഏറ്റവും അഹ്ലി അയ്യാൽ എന്നാണ് പറയാ. അഹ്ലി അയ്യാൽ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് അഹ്ലിനെ മാത്രം, അഥവാ നിന്റെ ഭാര്യയോട് എടുത്തു പറയണം. അതിന്മേൽ ക്ഷമിക്കുകയും വേണം. നിന്റെ ഭാര്യയും കുടുംബവും നിസ്കരിച്ചാൽ അല്ലാഹു പറയുന്നു നിനക്ക് റിസ്ക് ഉറപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ പിന്നെ റിസ്ക് മുടങ്ങൂല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഈ പറയുന്ന വിഷയം അക്കമിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ അന്നം മുട്ടൂല. അന്നദാതാവായ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിങ്ങളുടെ അന്നം മുട്ടിക്കൂല. എഴുതി വെച്ചോ, ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.